പിന്നെ സെക്കൻഡ് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രോണോ എന്തെങ്കിലും വരികയാണെങ്കിൽ കാണത്തെന്ന് വെച്ചാൽ നല്ല വിസിബിൾ ഏരിയ ആണ്, അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. പിന്നെ തേർഡ് ഡേ എൻ്റെ പ്ലാൻ രാവിലെ 6 മണിക്ക് തന്നെ എഴുന്നേറ്റ് ക്ലൈംബ് ചെയ്യുക, മേലോട്ടേക്ക് പോകാമെന്നായിരുന്നു. പക്ഷെ അന്ന് മഴ പെയ്തു, കാരണം ആ പ്ലാൻ ഉപേക്ഷിച്ചു. ഒരു 4-5 മണിക്കൂർ ഞാൻ പെട്ടുപോയതാണ്, കോടയൊക്കെ വന്നിട്ട് വഴി തെറ്റിയിട്ട്. അപ്പോൾ അന്ന് ഉണ്ടായ എനിക്കൊരു പരിഭ്രാന്തി എനിക്കറിയാം. അല്ലെങ്കിൽ പലപ്പോഴും യാത്ര ചെയ്ത് കാട്ടിലോ ട്രക്കിങ്ങിൻ്റെ ഇടയ്ക്ക് വഴി തെറ്റി ഒരുപാട് പേരുണ്ടായിരിക്കും. അവരെല്ലാവരും ഇത് കേൾക്കണം. ഞാൻ എൻ്റെ ഡൗട്ട്സ് റേസ് ചെയ്യാം, ആരെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യണം. വേറൊരു സാധനങ്ങളും പുള്ളിക്കാരുടെ ഇല്ല. 1/2 ലിറ്റർ വെള്ളം മാത്രമേ ഉള്ളൂ. അവിടെ വൈൽഡ് ആനിമൽസ് ഉള്ള ഏരിയ ആണെന്നറിയാം, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണെന്നറിയാം. രാത്രി ആയി കഴിയുമ്പോഴേ കാടിൻ്റെ ഭാവം മാറും. പലർക്കും അറിയാം, ഭീകരതയാണ്, ഭീകരത. എത്ര പേടിയില്ലെന്ന് പറഞ്ഞാലും രാത്രി ഒറ്റയ്ക്ക് നമുക്ക് കാട്ടിനകത്ത് താമസിക്കാൻ വലിയ പേടിയാണ്. ശരണ്യ ഫസ്റ്റ് നൈറ്റ് 6:30 6:45 ഏതോ ഒരു അരുവിയുടെ സൈഡിലെത്തി അവിടെ സ്റ്റേ ചെയ്തു. ഇറ്റ്സ് ഓക്കെ, എങ്ങനെങ്കിലും സ്റ്റേ ചെയ്തെന്ന് വെക്കാം. നെക്സ്റ്റ് ഡേ എങ്ങനെയായിരിക്കും? ഒരു സർവൈവലിന് വേണ്ടി ശ്രമിക്കുന്ന ആൾ എന്തായിരിക്കും? എങ്ങനെയെങ്കിലും ആളുള്ള സ്ഥലത്ത് എത്താൻ ശ്രമിക്കും. സൗണ്ട് വെച്ചിട്ടോ നേരത്തെ പോയ വഴി കണ്ടുപിടിച്ചിട്ടോ. ശരണ്യ പറഞ്ഞ ഉത്തരവുണ്ട്, എനിക്ക് കാലുവേദനയായിരുന്നു, അതുകൊണ്ട് ആ ദിവസവും ഞാൻ അവിടെ റെസ്റ്റ് ചെയ്തു. ഇത് സുഖവാസ കേന്ദ്രമല്ല, കൊടും കാട്. അതവൻ പറഞ്ഞ കറക്റ്റാണ്. പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈ 1-3 എന്ത് ചെയ്യും, കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കും 5, 6, 7, 8 ആ ഒരു റേഞ്ചിൽ ഒന്നിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ രാത്രി ആകുമ്പോൾ നമുക്ക് 1 പേടിയായിരിക്കും. എന്താ, അയ്യോ തവള വരുമോ, പാമ്പ് വരുമോ, എലി വരുമോ, പെരിച്ചാഴി വരുമോ, ഇങ്ങനത്തേക്ക് ഒരു ചിന്താഗതി വെച്ചിട്ട് നമുക്ക് പേടിയാണ്. രാത്രി കാലഘട്ടങ്ങളാകുമ്പോൾ ഒന്ന് പുറത്തിറങ്ങാൻ പോലും, വീട്ടിൻ്റെ പുറത്തിറങ്ങാൻ പോലും. ഓക്കെ, അപ്പോഴാണ് ഒരു കാട്ടിൽ 3 ദിവസം ഒരു പെൺകുട്ടി അരക്കുപ്പി വെള്ളവുമായിട്ട് സിംഗപ്പെണ്ണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെയാണ് കുറച്ച് വിഷയങ്ങൾ. ഇത് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതല്ലേ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാക്കുകയാണ്. അതിനും റീസൺ ഉണ്ട്, അതിലോട്ട് ഞാൻ വരാം. പ്രത്യേകിച്ച് ഇന്ന് റീച്ചിന് വേണ്ടിയിട്ട് മെമ്പർഷിപ്പ്, റീച്ചിന് വേണ്ടിയിട്ട് പല തന്തയില്ലായ്മയും കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഓക്കെ, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോയും ചെയ്തേക്കും. അപ്പോൾ നമ്മുടെ വിഷയം, ശരണ്യ 3 ദിവസം കാട്ടിൽ അകപ്പെട്ട് കിടന്നു, കൊടും കാട്ടിൽ അകപ്പെട്ട് കിടന്നു. വെറും അരക്കുപ്പി വെള്ളം, അടുത്തൊരു അരിയും മാത്രം. എന്തോ എവിടെയോ ഒരു ചീഞ്ഞു നാറ്റം അതിലെനിക്ക് അടിച്ചിട്ടുണ്ട്. റീച്ചിന് വേണ്ടി ചെയ്തതല്ലേ എന്നുള്ള നാട്ടുകാരുടെ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടെ മുന്നോട്ട് വരുന്നുമുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് വിശദമായിട്ട് ഇത് പരിശോധിക്കാം. കാരണം തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങൾ അമ്മാതിരി രീതിയിലൊക്കെയാണ് നടക്കുന്നത്. കാരണം ഇപ്പോ ശരണ്യ എന്ന് പറയുമ്പോൾ സിംഗപ്പെണ്ണെ എന്ന് പറഞ്ഞ് പെൺകുട്ടി 3 ദിവസം ഒരു കാട്ടിൽ ഒറ്റയ്ക്ക്, അവിടെ ഏതൊക്കെ മൃഗങ്ങൾ എന്തൊക്കെ വരും, ഏതൊക്കെ രീതിയിൽ ജീവൻ പോലും കാണുമെന്നുള്ള കാര്യം ഡൗട്ടാണ്. വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഭയങ്കര റിസ്ക് തന്നെയാണ്. പക്ഷെ ആ റിസ്ക് ഏറ്റെടുത്തത് റീച്ചിന് വേണ്ടിയിട്ടാണോ എന്നുള്ള സംശയമുണ്ട്. പ്രത്യേകിച്ച് അയ്യോ കാല് വയ്യായിരുന്നു, മഴയായിരുന്നു. നമ്മളൊരു സ്ഥലത്ത് അകപ്പെട്ട എന്ത് ചെയ്യും? രക്ഷപ്പെടാനേ നോക്കത്തുള്ളൂ, അല്ലാണ്ട് അവിടെ കയറി ഒതുങ്ങിക്കൂടി ചത്തൂത്തി ഇരിക്കാൻ നോക്കത്തില്ല. എങ്ങനെയെങ്കിലും ജീവൻ ശരീരത്തിൽ ഉണ്ട്, ബോധം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇഴഞ്ഞെങ്കിലും എവിടെയെങ്കിലും കൂടി രക്ഷപ്പെടാനേ നോക്കത്തുള്ളൂ. പകരം നമ്മൾ എന്നെ രക്ഷിക്കാൻ അവര് വരും എന്ന് പറഞ്ഞുകൊണ്ട് കയറിയിരുന്നു. അയ്യോ മഴയായിരുന്നു, എനിക്ക് കാല് വയ്യ, കൈ വയ്യ, പിന്നെ ഇതൊക്കെ വയ്യെങ്കിൽ എന്തിനങ്ങോട്ട് പോയത് എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. എന്നാൽ നമുക്ക് ഒരു അരുവേന്ന് തുടങ്ങാം. തുടക്കം ആണല്ലോ നമ്മുടെ ഒടുക്കം. ഓക്കെ, ഇത് 100% മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു മിസ്സിംഗ് തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് മലമുകളിൽ വൈറലാവാൻ ഒരുത്തൻ കയറിയത്, എന്നിട്ട് ആർമി വന്നിട്ടാണ് രക്ഷപ്പെടുത്തിയത് എന്നതും കുട്ടി വായിക്കുക. കൂട്ടി വായിക്കുക അങ്ങനെ. ഓക്കെ, അന്ന് മലമുകളിൽ കയറിയത് വൈറലാകാനായിരുന്നുവെന്നും പിന്നീട് കൂടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു നമ്മൾ അറിഞ്ഞത്. അവൻ വൈറലായപ്പോൾ 1 വർഷം തികയും മുൻപ് വീണ്ടും ഒരുത്തൻ അതേ മലമുകളിൽ കയറി വീണ്ടും കുടുങ്ങി. അവന്റെ പേരിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. നാം കണ്ടതാണ്. അതെ, ആദ്യം ഒരുത്തൻ വൈറലാവാൻ കയറി, അടുത്ത വൈറലാവാൻ വേണ്ടി വീണ്ടും കയറിയപ്പോൾ അവന്റെ പേരിൽ പോലീസ് കേസെടുത്തു. ഇപ്പൊ ഗവൺമെന്റിന് മറ്റേ ചുമ്മാ ഇരിക്കില്ലേ, ആർമിയും ഫയർഫോഴ്സിനെയൊക്കെ വിട്ട് ഇതുപോലെയുള്ള ഓരോ വിടലകൾ മലയിൽ അവിടെ ഇടയിൽ കയറി കുടുങ്ങണതിനെ രക്ഷിക്കാനായിട്ട് വേറെ പണിയൊന്നുമില്ലല്ലോ. അവന്റെ പേരിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. നാം കണ്ടതാണ്. വൈറലാവാൻ ഇന്നത്തെ തലമുറ എന്ത് കോപ്രായം കാണിച്ചു കൂട്ടുന്നു കാലമാണ്. ഞാൻ ഇതിനെയും അങ്ങനെയാണ് കാണുന്നത്. അതായത് ഇതിനെ അങ്ങനെയാണ് കാണുന്നത്. ഇവൾ പറയുന്നത് എല്ലാം ദുരൂഹതയുണ്ട്. എന്തോ പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ കയ്യടിയും പൊക്കലും വാർത്തകളും ഇനിയും പലരും ഇതുപോലെ വൈറലാവാൻ ഇറങ്ങും എന്നത് സമൂഹം മറക്കരുത്. ഇവളുടെ വരവും ചിരിയും ഒരു ക്ഷീണം പോലും ഇല്ലാതെയുള്ള ആ നടത്തവും എല്ലാം കണ്ടാൽ അറിയാം ഇവർ പ്ലാൻ ചെയ്ത് വിജയിപ്പിച്ചത് എന്നതിന്റെ സന്തോഷമാണ് എന്നത്. അതായത് ഈ ശരണ്യ
അവൾക്ക് കാല് വയ്യായിരുന്നു, മഴയായിരുന്നു, അയ്യോ അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കാത്തത് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ. എനിക്കത് യോജിപ്പില്ല. അതിന്റെ റീസൺ, നമ്മളെവിടെയെങ്കിലും അകപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാനേ നോക്കത്തുള്ളൂ. അതിപ്പോ നമ്മളെ രക്ഷിക്കാൻ അവർ വരും, അല്ലെങ്കിൽ ആർമി വരും, റെസ്ക്യൂ ചെയ്യാനായിട്ട് ഫയർഫോഴ്സ് വരും, ഇതൊന്നും നോക്കിയിരിക്കത്തില്ല. നമ്മൾ എങ്ങനെയെങ്കിലും എഴഞ്ഞെങ്കിലും രക്ഷപ്പെടാനേ നോക്കത്തുള്ളൂ, അല്ലേ? അതേ ചെയ്യത്തുള്ളൂ. ഇപ്പൊ എങ്ങനെയായാലും അതെന്ത് ഏതൊരു സിറ്റുവേഷനിലായാലും നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളെ ജീവൻ രക്ഷിച്ച് എങ്ങനെയെങ്കിലും വീടെ തന്നെ നോക്കത്തുള്ളൂ. അതാണ് ചെയ്യുന്നത്. പക്ഷെ ശരണ്യം വരും, എന്നെ രക്ഷിക്കാനായിട്ട് അവർ വരും, അവരിതാ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്താ ഒളിച്ചിരിക്കുകയാണ്. ഈ ഒരു സെറ്റപ്പിൽ ഇരിക്കുന്നത് എനിക്ക് യോജിപ്പില്ല. അതുപോലെ റെസ്ക്യൂ കഴിഞ്ഞ് വന്നപ്പോഴും വളരെ ചിരിച്ച് കളിച്ച് സന്തോഷത്താ ഞാൻ റീച്ചായി. ഇനി വന്നിട്ട് യൂട്യൂബ് ചാനലിൽ ഇരുന്ന് കുറെ അങ്ങോട്ട് വിളമ്പിയാൽ മതി, ഞാൻ പിന്നെ വൈറൽ താരം, നെക്സ്റ്റ് ബിഗ് ബോസിലും കയറാം. ഈ ഒരു മൈൻഡ് ആയിരിക്കും എന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. എന്തായാലും റെസ്ക്യൂ വീഡിയോ നമുക്കൊന്ന് കാണാം. ഓക്കെ, നല്ല ഒന്നാം തരം കൊടും കാട് തന്നെയാണ്. ഇതിന്റെ അകത്തവിടെ എവിടെയാണ് കുടുങ്ങിപ്പോയത്. രക്ഷപ്പെടാൻ പോലും ശ്രമിക്കാണ്ട് ഇരിക്കുമ്പോൾ അതിൽ എന്തോ എനിക്കൊരു പൊരുത്തക്കേടുണ്ട്. നേരത്തെ വായിച്ച കമന്റ് അതിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഇത് 100% മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു മിസ്സിംഗ് തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് മലമുകളിൽ വൈറലാവാൻ, അതായത് വർഷങ്ങൾക്ക് മുന്നേ പാലക്കാട് ഒരുത്ത വൈറലാവാൻ വേണ്ടി കയറി, അതുപോലത്തെ ഒരു പരിപാടി തന്നെയാണ് ഇതെന്ന് തന്നെ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു വ്യക്തി ഇതുപോലത്തെ ഈ മറ്റേ മലമുകളിൽ അവിടെ ഇവിടെയൊക്കെ വലിഞ്ഞേറുന്ന ഒരു ടീമുകൾ കാണുമല്ലോ, അതുപോലത്തെ ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ശരണ്യയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ എവിടെയൊക്കെ എനിക്ക് കഴമ്പ് തോന്നി. കാരണം റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെതായ റീസൺ ഉണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് വഴി എങ്ങനെ സ്വീകരിച്ചിട്ട് വേണോ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന ഒരു തലമുറയാണ് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. കുറെ പേര് അപരാധങ്ങളിലൂടെ റീച്ച് ഉണ്ടാക്കുന്നു, മെമ്പർഷിപ്പ് അങ്ങനെ ഇങ്ങനെ. ഇപ്പൊ കുറെ പേര് ഇതുപോലെ വലിഞ്ഞു കയറി റീച്ച് ഉണ്ടാക്കുന്നു. എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി സൃഷ്ടിച്ച് ന്യൂസിൽ, അതായത് മെയിൻ സ്ട്രീം ചാനലുകളിൽ വന്നാൽ മാത്രമേ ഇവിടെ ചർച്ചാ വിഷയം ആകത്തുള്ളൂ. അങ്ങനെ ചർച്ചയായാലും എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു സത്യാവസ്ഥ. എന്തായാലും ഈ പയ്യൻ പറയുന്നത് കേട്ടു നോക്കാം. ശരണ്യെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റി. ശരണ്യ തിരിച്ചു വന്നു. ഷീസ് എ ബോൾഡ് ഗേൾ, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പുള്ളിക്കാരിയെ റെസ്ക്യൂ ചെയ്ത് പത്രക്കാർക്ക് കൊടുത്ത ആ ഒരു അഭിമുഖത്തിന്റെ അകത്ത് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അത് ബ്രോ എനിക്കും ആദ്യം കണ്ടപ്പോഴേ തോന്നി, ഇതെന്താ ഇവർ ഇങ്ങനെ. വേറെ ഒന്നുമല്ല, സിംഗപ്പണ്ണൊക്കെ തന്നെ നട്രിക്കോടൽ തിപ്പതക്ക് എല്ലാം കറക്റ്റ്, ഓക്കെ. പക്ഷെ എവിടെയോ എന്തോ ഒരു തകരാറ്. വേറെ ഒന്നുമല്ല, 3 ദിവസം അരക്കുപ്പി വെള്ളം, ഓക്കെ, 3 ദിവസം അരക്കുപ്പി വെള്ളം ജീവിച്ചിരിക്കാം, ജീവൻ കിടക്കും. പക്ഷെ ഒരു തരത്തിലും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തോ പോലെ. ഞാനും പാങ്കോട്ട് പക്ഷി സങ്കേതം എന്ന് പറഞ്ഞൊരു പക്ഷി സങ്കേതമുണ്ട്. ഒരു 4-5 മണിക്കൂർ ഞാൻ പെട്ടുപോയതാണ്, കോടയൊക്കെ വന്നിട്ട് വഴി തെറ്റിയിട്ട്. അപ്പൊ അന്ന് ഉണ്ടായ എനിക്കൊരു പരിഭ്രാന്തി എനിക്കറിയാം. അല്ലെങ്കിൽ പലപ്പോഴും യാത്ര ചെയ്ത് കാട്ടിലോ ട്രക്കിങ്ങിന്റെ ഇടയ്ക്കോ വഴി തെറ്റി ഒരുപാട് പേരുണ്ടായിരിക്കും. അവരെല്ലാവരും ഇത് കേൾക്കണം. ഞാൻ എന്റെ ഡൗട്ട്സ് റേസ് ചെയ്യാം, ആരെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യണം. വേറൊരു സാധനങ്ങളും പുള്ളിക്കാരുടെ ഇല്ല. 1 ലിറ്റർ വെള്ളം മാത്രമേ ഉള്ളൂ. അവിടെ വൈൽഡ് ആനിമൽസ് ഉള്ള ഏരിയ ആണെന്നറിയാം, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണെന്നറിയാം. രാത്രി ആയി കഴിയുമ്പോഴേ കാടിന്റെ ഭാവം മാറും, പലർക്കും അറിയാം. അതുള്ള കാര്യമാണ് കേട്ടോ. രാത്രി നമ്മൾ കാടിന് എന്തിനു, വീട്ടിന്റെ ഫ്രണ്ടിലുള്ള പുല്ലിന്റെ ഭാവം വരെ മാറും, പിന്നെയാണ് കാടിന്റെ ഭാവം. വീട്ടിന്റെ ഫ്രണ്ടിലുള്ള പുല്ല് തന്നെ രാത്രി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മേടിച്ചു ദൈവം ഇതിന്റെ ഇടയിൽ വല്ലതും കാണും, ഇതായിരിക്കും നമ്മുടെ പേടി. ചിലപ്പോൾ നിൽക്കുന്ന 2 മൂട് പുല്ലായിരിക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു പേടി, ഇതിന്റെ ഇടയിൽ പാമ്പാ എന്തെങ്കിലുമൊക്കെ കാണും, അങ്ങോട്ട് പോകാനേ പേടിയായിരിക്കും. ടോർച്ചൊക്കെ എടുത്ത് അടിച്ചാലും നമുക്ക് പോകാനൊരു പേടി കാണും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെ വീട്ടിലെ പുല്ലിന്റെ ഇത് വെച്ച് തന്നെ നമുക്ക് പേടി തോന്നുമ്പോൾ, ഒരു കൊടും കാട്ടിൽ നമ്മൾ അകപ്പെടുമ്പോൾ രാത്രി നമ്മളെ ചുറ്റുമുള്ള ആ ഒരു ഫീൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ച് നിന്നെടുക്കും തന്നെ പെട്ടിക്കും. അമ്മാതിരി ലെവലായിരിക്കും. കാരണം നമുക്ക് ഒരിക്കലും അത് ചെറിയൊരു കാര്യമല്ല, നല്ല പോലെ പേടിച്ച് കിടങ്ങും. ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അയ്യോ അമ്മേ, മറ്റേ അമർ അക്ബർ അന്തോണിയിൽ മറ്റോ മയക്കി പിടിക്കുമ്പോൾ കുഴഞ്ഞു വീണമല്ല ഞാൻ വീഴും, അമ്മേ അയ്യോ അയ്യോ. കാരണം പേടിക്കൂടെ, ആരായാലും പേടിച്ചു. നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. കാരണം ഏതൊക്കെ മൃഗങ്ങളോ എന്തൊക്കെ ഇഴജന്തുക്കളോ എന്തൊക്കെ ഉണ്ടാവും, നമ്മൾ ഏത് രീതിയിലെങ്കിലും മരണം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും നിൽക്കുന്നത്, അല്ലെ? മരണം മുന്നിൽ കാണും. ഒന്നിലും ഞാൻ തീരും, നേരം വെളുത്ത ഭാഗ്യം, അല്ലെങ്കിൽ ആ ഒരു സാധനമായിരിക്കും നമ്മുടെ ഉള്ളിൽ. ഒരു കാട്ടിന്റെ അകത്ത് അകപ്പെട്ട് കിടക്കുമ്പോൾ നമുക്ക് ഫീൽ ഉള്ളിൽ അതേ തോന്നത്തുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും തോന്നാൻ പോകുന്നില്ല. നമ്മളിപ്പോ ചാവും, ആ ഒരു സെറ്റപ്പാ. ഭീകരതയാണ്, ഭീകരത. എത്ര പേടിയില്ലെന്ന് പറഞ്ഞാലും രാത്രി ഒറ്റയ്ക്ക് നമുക്ക് കാട്ടിനകത്ത് താമസിക്കാൻ വലിയ പേടിയാണ്. ശരണ്യ ഫസ്റ്റ് നൈറ്റ് 6:30 വേറെ ഒരു അരിവേറെ സൈഡിലൊക്കെ അവിടെ സ്റ്റേ ചെയ്തു. ഇറ്റ്സ് ഓക്കെ, എങ്ങനെങ്കിലും സ്റ്റേ ചെയ്തെന്ന് വെക്കാം. നെക്സ്റ്റ് ഡേ എങ്ങനെയായിരിക്കും? ഒരു സർവൈവലിന് വേണ്ടി ശ്രമിക്കുന്ന ആൾ എന്തായിരിക്കും? എങ്ങനെയെങ്കിലും ആളുള്ള സ്ഥലത്ത് എത്താൻ ശ്രമിക്കും. അതാണ് പോയിന്റ്. അതായത് നമുക്ക് എങ്ങനെയും രക്ഷപ്പെടണം എന്നൊരു തോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ദിവസം അവിടെ തന്നെ ഇരിക്കുമോ? ഒരിക്കലും ഇരിക്കത്തില്ല.
ഒരിക്കലും ഇരിക്കത്തില്ല. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആളുള്ള സ്ഥലം അന്വേഷിച്ച് ഇറങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും സിഗ്നൽ ആകാശത്തിൽ വല്ല പ്ലെയിനെങ്കിലും പോകണമെന്നെങ്കിലും നോക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. അതും ഈ ട്രാവലൊക്കെ ചെയ്ത് ഇങ്ങനെ മലയും കുന്നുമൊക്കെ കയറി നടക്കുന്ന ടീംസ് ഉറപ്പായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കും. കുട്ടി പിള്ളേരൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ ഇരിക്കും. അല്ലാണ്ട് നിങ്ങളെയൊക്കെ പോലെയുള്ള ടീംസ് എന്തായാലും രക്ഷപ്പെടാനായിട്ടുള്ള എല്ലാ പോം വഴി നോക്കും. പകരം രക്ഷപ്പെടാൻ പോലും ശ്രമിക്കാതെ അതേ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ടുണ്ട്, അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ടുണ്ടെങ്കിൽ ഉദ്ദേശം വേറെയാണ്. ഉറപ്പായിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഉദ്ദേശം വേറെ. എന്നെ രക്ഷിക്കാൻ ഇവിടെ ആൾ വരും, അങ്ങനെ മെയിൻ സ്ട്രീം ന്യൂസ് അടക്കം ചർച്ച ചെയ്യും, ഞാനൊരു വലിയ വിവാദമായി മാറും. അത് ഉറപ്പായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ കളി കളിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവരൊന്നുകിൽ പ്ലാൻ ചെയ്ത് കാണും നേരത്തെ, ഞാൻ ഇങ്ങനെ അകപ്പെടാം, ഇതിനുശേഷം നിങ്ങൾ പുറത്ത് സംഭവം ഒന്ന് ഫ്ലാഷ് ആക്കി തരണം, അതുപോലെ അങ്ങനെ ന്യൂസിലും മീഡിയയിലൊക്കെ വന്ന് പിന്നെ അവസാനം എല്ലാവരും കൂടി എന്നെ രക്ഷിക്കാൻ വരും, എന്നെ രക്ഷപ്പെടുത്തുന്നു, അങ്ങനെ അവസാനം ഞാൻ വൈറലാവുന്നു. ഇത് പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. നമുക്ക് നോക്കാം. കൊണ്ടുവച്ചിട്ടോ നേരത്തെ പോയ വഴി കണ്ടുപിടിച്ചിട്ടോ ശരണ്യ പറഞ്ഞ ഉത്തരവുണ്ട്. എനിക്ക് കാലുവേദനയായിരുന്നു, അതുകൊണ്ട് ആ ദിവസവും ഞാൻ അവിടെ റെസ്റ്റ് ചെയ്തു. ഇത് സുഖം. കാലുവേദനയായാലും കൊതം വേദനയായാലും നമുക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കും. ഉള്ള കാര്യം പറയാം. കാല് ഇഴഞ്ഞെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും പോകും, എങ്ങനെയെങ്കിലും നമുക്ക് പുറമെ ആൾക്കാരുള്ളിടത്ത് എത്തണമെന്നേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കാല് വേദനയില്ലേ 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് സെറ്റായിട്ട് പോവാം എന്ന് ചിന്തിക്കത്തില്ല. രക്ഷപ്പെടാൻ നിൽക്കുന്ന ഒരു മനുഷ്യനും അങ്ങനെ ചിന്തിക്കത്തില്ല. അപ്പം അവിടെ റെസ്റ്റ് ചെയ്തു ശരണ്യ. നെക്സ്റ്റ് ഡേ ഡ്രോൺ വരുമോ എന്ന് നോക്കിയിരുന്നത്. ആ ദിവസവും പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തെന്നാ പറയുന്നത്. അതെ, നെക്സ്റ്റ് ഡേ ഡ്രോൺ വരുമെന്ന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വരും എവിടെ ഡ്രോൺ വരട്ടെ, എന്നെ കണ്ടുപിടിക്കൂ തള്ളു എന്നെ. കുഴപ്പമില്ല, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്നെ പൂരത്തെറി വിളിക്കും, കുഴപ്പമില്ലടാ, നമ്മൾ അംഗീകരിച്ച്. കൊടുങ്കാടിനകത്ത് 3-ാമത്തെ ദിവസം പോവാൻ ശ്രമിച്ചപ്പോൾ മഴ പെയ്തു പോയി, ഡ്രസ്സൊക്കെ വെറ്റായി. അതുകൊണ്ട് പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തു. 4-ാമത്തെ ദിവസമാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഒരിക്കലും ഒരു സർവൈവൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് അല്ല ശരണ്യക്ക്. അതിനകത്ത് എന്തൊക്കെയോ മിസ്സിംഗ് ഡോട്ട്സ് ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കണ്ടെത്താൻ പറ്റുകയും കണ്ടെത്തുക. എനിക്കെന്തോ ഒരു മിസ്സിങ് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വ്യക്തിയുടെ വീഡിയോ കാണും മുന്നേ ഈ ഒരു സംഭവം വന്ന സമയത്ത് ഞാനത് ചിന്തിച്ചായിരുന്നു. പിന്നെയാണ് ഞാൻ ഈ വ്യക്തിയുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ പിന്നെ ഒരു വീഡിയോ കൂടി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഡൗട്ടും പറയാമല്ലോ, നമുക്കും അതേ ഒരു ചിന്തയിലോട്ട് നമ്മളും പോയല്ലോ, നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് പറയാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനും വീഡിയോ ചെയ്തത്, ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് പറയിക്കാനൊന്നും അതിൻ്റെ ആവശ്യമില്ല, ഓരോരുത്തരുടെ പേഴ്സണൽ റീസൺസ് ആണ്. പക്ഷേ ഇത് കണ്ടിരിക്കുന്ന എല്ലാവരും മണ്ടന്മാരാണ്. അതെ കാരണം ഒരുപാട് ട്രക്കിംഗ് ചെയ്താണ് ഞാൻ, ഒരുപാട് ട്രക്കിംഗ് ചെയ്യുന്നത് എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പം അതിനകത്ത് ഒരുപാട് അറിയാത്ത ആൾക്കാരുണ്ട്. അവർ വിചാരിച്ചിരിക്കുന്നത് 3 ദിവസം ഈസിയാണ് കാട്ടിനകത്ത് സ്റ്റേ ചെയ്യാൻ, വളരെ സിമ്പിളാണെന്ന് വിചാരിച്ചത്. 3 ദിവസം ഭക്ഷണമില്ല, ഓർക്കണം, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, ഇനിയിപ്പോ ശരണ്യ പുറത്ത് വന്നിട്ട് 2-3 യൂട്യൂബ് ചാനൽ, ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിരുന്ന് കുറെ പറയുക, കുറെ ഇന്റർവ്യൂ കൊടുക്കുക, ആള് വൻ ഫേമസ് ആയി. ഇപ്പൊ തന്നെ മെയിൻ സ്ട്രീം ചാനൽ അടക്കം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ വൻ ഫേമസ് ആയെന്നാണ് അർത്ഥം, മനസ്സിലായോ? അതുകൊണ്ട് ഇപ്പൊ ആള് നല്ല വേറെ റേഞ്ചിലോട്ട് പോയി. പക്ഷെ നിങ്ങൾ സാമാന്യ ലോജിക്ക് വെച്ചിട്ട് ഒന്ന് തിങ്ക് ചെയ്യുക. ഇവള് ഈ കാണിച്ചിട്ടുള്ളത് റീച്ചിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ വരും, ഉറപ്പായിട്ട് വരും. ഇവ റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ അങ്ങ് സ്ഥാപിക്കുന്നില്ല, പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഡൗട്ട് ഉള്ളിൽ ഉറപ്പായിട്ട് വരും. എനിക്ക് വന്ന സംശയങ്ങൾ പറഞ്ഞു. ട്രക്കിംഗ് ആയിരിക്കും പോകുന്നത് നല്ലത് തന്നെ, പക്ഷേ ഗ്രൂപ്പായിട്ട് പോവുക, സേഫായിട്ട് പോവുക, തിരിച്ചു വരിക. അപകടം ഉണ്ടാകുന്നത് പോലെയല്ല നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്. ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. തിരിച്ചു വരുമ്പോൾ നമുക്കൊരു റിലീഫുണ്ട്. ആ റിലീഫൊന്നും ഞാൻ ഈ റെസ്ക്യൂ ചെയ്ത ആളുടെ മുഖത്തൊന്നും കണ്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് പുള്ളിക്കാരി 1/2 ലിറ്റർ വെള്ളങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞത്. ക്ഷീണമൊന്നും ഞാൻ കണ്ടില്ല. സോ നമുക്ക് ചർച്ച ചെയ്യാം. ഓപ്പൺ ടു യു. ഓക്കെ, ഇവിടെ ശരണ്യയുടെ കേസിൽ ശരണ്യ ട്രക്കിങ്ങിനും കാര്യങ്ങളൊക്കെ കാടും മലയൊക്കെ വലിഞ്ഞു കയറുന്ന ടീംസാണ്. ഓഫ് കോഴ്സ് അല്ലാതെ ഒരു പെൺകുട്ടി ഇപ്പോൾ ജീവന് വേണ്ടിയിട്ട് ഓടി കാട്ടി കയറി, ഇപ്പൊ ആരെങ്കിലും പീപ്പിക്കാൻ ശ്രമിച്ച് ഓടി കാട്ടി കയറിയതാണെങ്കിൽ ചിലപ്പോൾ ആ പെൺകുട്ടി പേടിച്ച് കുറച്ച് ഒളിച്ച് എവിടെയെങ്കിലും ഇരിക്കും. പക്ഷേ ഇത് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇതുപോലെ അകപ്പെടുകയാണ്. അകപ്പെട്ട് കഴിഞ്ഞാൽ അയ്യോ എന്നെ രക്ഷിക്കാൻ ഇനിയിപ്പം ഡ്രോണുമായിട്ട് വരും റിപ്പോർട്ടർ ചാനലിലെ മൊട്ടച്ചാട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല തന്നെ. ഉറപ്പായിട്ട് അത്രയും ഇരട്ടക്കള്ളും ചങ്കറപ്പൊക്കെ ഉള്ള ടീംസാണ് ഈ ട്രക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. രക്ഷപ്പെടാൻ ശ്രമിച്ചിരിക്കും. എന്തുകൊണ്ട് 3 ദിവസമായിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല? അവിടെ തന്നെ കുറ്റിയടിച്ചിരുന്നു. ഒരു ദിവസം അവിടെ ഇരുന്ന് സമയം കളഞ്ഞ്, ഒരു ദിവസം ഡ്രോൺ വരുന്ന നോക്കി സമയം കളഞ്ഞ്, പിന്നെ ഒരു ദിവസം വെറുതെ ഇരുന്ന്,
വെള്ളം അരക്കുപ്പി വെള്ളവും വെച്ച് ഞാൻ സർവൈവ് ചെയ്ത് ഇതെന്തോടെ മറ്റേ പഴയ GTA Vice City ഗെയിമാ. അതിങ്ങനെയല്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞെന്നുള്ളൂ ഫ്ലോയില്. എനിക്ക് അതുപോലെ ഫീൽ ചെയ്ത്. ഇനി ഞാൻ കുറച്ച് കമന്റ്സ് ഇതിന്റെ താഴെ വന്നിട്ടുള്ള ഈ പയ്യൻ ഇട്ടിട്ടുള്ള വീഡിയോയുടെ താഴെ വന്ന കമന്റ്സ് വായിക്കാം. ശരിയാണ് പറഞ്ഞത്, രാത്രി കാടിന്റെ അന്ധകാരം തന്നെ ഭയാനകമാണ്. പേടിച്ച് ബോധം പോകും. കാട്ടിലെ രാത്രി എന്ന് സാധാരണ കേൾക്കുമ്പോൾ സിനിമയിൽ കണ്ട കാടാവും എല്ലാവർക്കും ചിന്തയിൽ വരിക. ഇരുട്ടിന് ഇത്രയും ആഴമുണ്ട് എന്ന് രാത്രി കാട്ടിൽ പെട്ടാൽ മനസ്സിലാവും. അതായത് കാട്ടിൽ പെട്ട് കഴിഞ്ഞാൽ നിലാവിന്റെ വെളിച്ചം ഉണ്ടെങ്കിൽ ചിലപ്പോൾ വെളിച്ചം അടിച്ചേക്കാം, അല്ലെങ്കിൽ ആ വെളിച്ചം അടിച്ചാൽ കൂടി യക്ഷികൾ വരുന്നത് പോലത്തെ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് ചെയ്യുന്നത്. കാട്ടിന്റെ അകത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ, കൊടും കാട്ടിലൊക്കെ അകപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ടോർച്ച് അടിച്ച് തരാൻ ലൈറ്റ് ഒന്നും ഇല്ല. നിലാവിന്റെ വെളിച്ചം ചിലപ്പോൾ കുറച്ച് അടിച്ച് ഏത് സമയത്തും നമ്മൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള ചിന്തയും പേടിയോടും കൂടിയായിരിക്കും അതിന്റെ അകത്ത് ഇരിക്കുന്നത്. ആൾക്കാരെ വടിയേക്കല്ലേ, ഡൗട്ട് ഉണ്ട് ബ്രോ, നമ്മളും തിങ്ക് ചെയ്യും. ഒന്നെങ്കിൽ നാടകം, അല്ലെങ്കിൽ ചേച്ചിക്ക് പിപ്പിരി, എന്തോ ഉടായ്പുണ്ട്, നോ ഡൗട്ട്, ദിസ് ഈസ് ജസ്റ്റ് ഫോർ പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന് പറഞ്ഞിട്ട് സകലമാൻ ആൾക്കാരും കമന്റ് ചെയ്യുന്നുണ്ട്. ഇനി ചേച്ചി വന്നിട്ട് കൊടുത്തിട്ടുള്ള ബൈറ്റ് ഒന്ന് കാണാം. അതായത് ഡ്രോൺ എന്തെങ്കിലും വരട്ടെ, വരുമ്പോ സെർച്ച് ചെയ്ത് എന്നെ കാണട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ കയറി ഇരുന്നതെന്ന് പറയുമ്പോ അത് ലോജിക് ഇല്ല മിസ്സിസ് ശരണ്യ, ഒരു ലോജിക്കും ഇല്ല. റീച്ച് കിട്ടിയല്ലോ ചേച്ചിക്ക്. ഇനി ഇന്റർവ്യൂ കൊടുക്ക്, കുറെ ചാനലിൽ അങ്ങോട്ട് ഇന്റർവ്യൂ കൊടുക്കുക, അടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും. കോപ്പ് കറണ്ടും പോയി. സിനിമാ കഥയെ വെല്ലുന്ന തിരിച്ചുവരവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇല്ലെന്നൊന്നും ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല. നല്ല ഒന്നാം തരം തിരിച്ചുവരവ് തന്നെയാണ്. ബാക്കി പറ. രാവിലെ എഴുന്നേറ്റപ്പോ കാല് നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു. 8 മണി തൊട്ട് 6:45 നടക്കുമായിരുന്നു. നല്ല ഡീഫോറസ്റ്റേഷൻ സ്റ്റീപ്പായിരുന്നു. അപ്പോൾ അതിന്റെ പെയിനൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. പിന്നെ കുറച്ച് സ്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ നീറ്റിലൊക്കെ ആയിട്ട് രാവിലെ കുറച്ച് മോശമായിരുന്നു കാര്യങ്ങൾ. പിന്നെ സെക്കൻഡ് ഡേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രോണോ എന്തെങ്കിലും വരികയാണെങ്കിൽ കാണത്തെന്ന് വെച്ചാൽ നല്ല വിസിബിൾ ഏരിയയാണ്, അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. പിന്നെ തേർഡ് ഡേ എൻ്റെ പ്ലാൻ രാവിലെ 6 മണിക്ക് തന്നെ എഴുന്നേറ്റ് ക്ലൈംബ് ചെയ്യുക, മേലോട്ടേക്ക് പോകാമെന്നായിരുന്നു. പക്ഷെ അത് മഴ പെയ്തു, കാരണം ആ പ്ലാൻ ഉപേക്ഷിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ കംപ്ലീറ്റ് എല്ലാം വെറ്റായിരുന്നു, എല്ലാം ഉണങ്ങിയിട്ടൊക്കെ ശരിയാക്കാൻ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അന്നൊരു 12 മണിയോടായിരുന്നു. ഇന്നലെ 12 മണി വരെ പിന്നെയും മേഘങ്ങളൊക്കെ കണ്ടു, മഴ പെയ്യുന്ന ഉറപ്പായി. അപ്പോൾ ഞാൻ മേലോട്ടേക്ക് കയറാൻ തുടങ്ങി. എന്റെ പൊന്നിയേച്ചി, ഒരു ദിവസം കാല് വേദന, ഒരു ദിവസം മഴ പെയ്ത്, ഒരു ദിവസം ഡ്രോൺ വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് എന്തോന്നടേ ഇത്? ഇത് കാട്ടിൽ അകപ്പെട്ടോ തന്നെ? ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഞാൻ സാധാരണക്കാരനെ പോലെ എനിക്ക് തോന്നിയിട്ടുള്ള സംശയങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ നോക്കിയപ്പോൾ ഇതേ ഡൗട്ടുകൾ തന്നെ മിക്ക ആൾക്കാർക്കും ഉണ്ട്. സെയിം ഡൗട്ട്. ഇവള് ഇങ്ങനെ റീച്ചിന് വേണ്ടി ചെയ്തതാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ഉദ്ദേശം, പിപ്പിരിയാണോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ആൾക്കാർ കമന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു സ്ഥലത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം രക്ഷപ്പെടാനേ ശ്രമിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് മഴ, നാളെ വെയിൽ വരട്ടെ, കാത്തിരിക്കത്തൊന്നുമില്ല. കാല് വേദന, നമുക്ക് നാളെ നോക്കാം, കാലുവേനൊക്കെ ഒന്ന് മാറി നമുക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ട് പോവാം. ഇങ്ങനെയൊക്കെ ഇരിക്കുവോ? അയ്യോ ഡ്രോൺ വരട്ടെ എന്നെ രക്ഷിക്കാനായിട്ട് എന്നോട് നോക്കിയിരിക്കും. ഇല്ല, നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ട്രൈ ചെയ്ത് രക്ഷപ്പെടാനേ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ എനിക്കൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സീരിയസ്ലി ഞാൻ പറയാം, എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. നിങ്ങൾക്ക് അതേ അഭിപ്രായമാണെങ്കിൽ നിങ്ങളും താഴെ കമന്റ് ചെയ്യും. എന്തായാലും പുതിയൊരു വീഡിയോ ഇടണം. ബൈ. റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തോന്നിയാസങ്ങളും കാണിക്കാതിരിക്കുക. കുറെ പേര് ഇന്ന് റീച്ചിന് വേണ്ടിയിട്ട് പലതും കാണിക്കുന്നുണ്ട്. ബസ്സിൽ ഒരുത്തന്റെ ജീവൻ എടുത്തു, ഒരുത്ത് റീച്ച് ഉണ്ടാക്കിയ ഷിംജിത ഒരുത്തന്റെ ജീവൻ എടുത്തു. ഇങ്ങനെ പല രീതിയിലും പല ആൾക്കാർ ഇപ്പൊ പല സോണുകൾ പിടിച്ചിട്ടാണ് ഇപ്പൊ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നല്ല പിപ്പിരികളാണ് ഇവിടെ നടക്കുന്നത് സുഹൃത്തുക്കളെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് തിരക്കണ്ട. ബൈ.